ഖുലാസത്തുൽ ഹിസാബ് സബക്ക് 25. നമ്മള് അർബമുത്തനാസിബയുടെ ഒരു കണക്ക് പറഞ്ഞു. അർബമുത്തനാസിബ 2-3 22 എന്ന് പറഞ്ഞ സിയാത്ത് നുക്സാനും ഉണ്ട്. സിയാത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. നുക്സാൻ ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടില്ല. നുക്സാൻ കുറക്കല്ല ഉദാഹരണം നമ്പറിൽ പറഞ്ഞു. അത് ഇതുപോലെ തന്നെയാണ് ചെയ്താൽ മതി. പിന്നുള്ളത് എന്താണ്? മുആമലാത്ത്. മുആമലാത്ത് ഹബിയാന്നല്ല. ഈ മുആമലാത്തിന്റെ ഉദാഹരണം പറയാം. ഇടപാടുകൾ ഇതുപോലെ വളരെ ആവശ്യം വരും. ഇടപാടുകളിലൊക്കെ അർബമുത്തനാസിബ വലിയ ഉപകാരം ചെയ്യുന്നതാണ്. അർബമുത്തനാസിബ 1 കിലോ ഉണ്ടാക്കൾക്ക് എത്രയാണ്? 70 രൂപയാണ്. എങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? 1.5 കിലോ വെണ്ടക്കൊക്കെ എത്രയാന്ന് കിട്ടണം? 2 കിലോ 70 എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലുണ്ടാകും കച്ചവടം ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ കിട്ടേണ്ടത്? 1.5 കിലോ കിട്ടണം. അല്ലെങ്കിൽ 50 രൂപക്ക് വെണ്ടക്ക് കിട്ടണം. അപ്പൊ 50 രൂപക്ക് എത്രയാണ് വെണ്ടക്ക് കിട്ടുക എന്നുള്ളതും, അല്ലെങ്കിൽ 1.5 കിലോ വെണ്ടക്ക് എത്ര കൊടുക്കണം എന്നൊക്കെ നമുക്ക് അർബമുത്തനാസിബ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയും. എന്ത് ചെയ്താൽ മതി? അതിന്റെ വില കൊണ്ട് പിന്നെ മാലൂമ് മസ്താണ്. ഇത് അറിയാത്ത എന്താണ്? ഇപ്പൊ എന്താ വേണ്ടത് നമുക്ക്? 1 കിലോ വെണ്ടക്കൊക്കെ 2 കിലോ വെണ്ടക്കൊക്കെ എത്രയാണ്? 70 ആണെങ്കിൽ എത്ര വേണ്ടത്? 1.5 കിലോ. 1.5 കിലോ ഉണ്ടാക്കി ഡാഷ് രൂപ അല്ലെ? എന്തായാലും വരിക. അപ്പൊ ഇതാ മതി, ഗുണിച്ചാൽ മതി. വസ്തൈന് നമ്മൾ ഇവിടെ അറിയാത്തത് എന്താണ്? തുറഫാണ്. ആ വസ്തൈന് നമ്മൾ ഗുണിക്കുക. 1.5 70 1.5 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടാ? 105 അല്ലേ? 1.5 105 അല്ലേ? 105 എന്തുകൊണ്ടായിരിക്കുക? 2 കൊണ്ടായിരിക്കുക. അപ്പൊ എത്ര കിട്ടും? 52 കിട്ടും. അപ്പൊ 52. ഇങ്ങനെ ഏത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അർബമുത്തനാസിബ ഉണ്ട്. അതുപോലെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഇത് പറയണ്ടത്. വായിച്ചു നോക്കും. അമ്മസാനി. അപ്പോൾ രണ്ടാമത്താണ് മുആമലാത്തുമായി ബന്ധപ്പെട്ടത്. ഇപ്പൊ കമാലൂക്കില ചോദിക്കപ്പെടും പോലെ 5 അർത്താലിൻ ബി സലാഹത്തി ദറാഹിമ. 5 റാത്തൽ ഗോതമ്പ് എത്ര? ബി സലാഹത്തി ദറാഹിമ 3 ദിർഹമിന് പകരമാണ് എങ്കിൽ പിന്നെ ഇരിത്തലാനി ബിക്കം 2 റാത്തൽ ഗോതമ്പ് എത്ര രൂപ കിട്ടുക? എത്ര രൂപയാണ് വില വരിക? അതാ ചോദ്യം. അപ്പൊ എന്ത് ചെയ്യാ? 5 എത്ര റാത്തലാണ്? 5 റാത്തൽ. 5 റാത്തലിന് എത്രയാണ്? 3 ദിർഹം. 5 റാത്തലിന് 3 ദിർഹം. എങ്കിൽ എത്ര? 2 റാത്തലിന് എത്രയാണെന്നല്ലേ? അപ്പൊ അറിയാത്തതാണ് നാലാമത്തെ മച്ചുകൾ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ ഗുണിക്കുക. വസ്തയിൽ നമ്മൾ ഗുണിച്ചിട്ട് തൊർഫ് കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? ഗുണിച്ചാൽ എത്ര കിട്ടുക? 3 × 6. 6ന് എന്തുകൊണ്ട് തൊർഫ് കൊണ്ട് ഹരിക്കുക? 5 കൊണ്ട് ഹരിക്കുക. അത്ര 1 5 5 ഇഷ്ടം 1. ഉത്തരം 1/5 അങ്ങനല്ലേ വരിക? അതാണ് അയച്ചു നോക്കുക. ഏതാണ്? നമ്മുടെ ഈ വിലക്കപ്പെട്ടപ്പെടുന്ന സാധനമാണ്, മുസഅറാണ്. പിന്നെ സലാഹത്തു എന്ന് പറയുന്നതോ? സലാഹത്തു 3 എന്ന് പറയുന്നത് അസ്സഅറു, അതിന്റെ നിലവാരവുമാണ്. നിലവാരമാണ്. മറ്റേത് സാധനം വിൽക്കപ്പെടുന്ന സാധനമാണ്, മുസഅറാണ് 5 റാത്തൽ. അതിന് നിലവാരം എത്ര വെച്ചാൽ 3 ഒരു ഇത്തലാനി 2 റാത്തൽ എന്ന് പറഞ്ഞ മുസമ്മൽ, അത് സമനാണ്. സമനും സഹനും വ്യത്യാസം മനസ്സിലായില്ലേ? സമന് എന്ന് പറഞ്ഞാൽ സമനും മുസമ്മൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സംഖ്യയാണ് സമന്. നിലവാരമാണ് എന്ത്? സഹർ. നിലവാരത്തിന് ആയിക്കോണം എന്നില്ല വിൽക്കുന്നത്. നമ്മളിപ്പോ പലപ്പോഴും എന്താ സാധനം വാങ്ങുമ്പോൾ ഇത് കുറച്ചെന്നാലും അറിയില്ലേ? 50 രൂപ സാധനമാണ് 45 രൂപ കൊടുത്തു. അതെന്താ നമ്മൾ കൊടുക്കുന്ന 45 രൂപയാണ് ഇത് സമന്. മറ്റേത് 50 എന്നുള്ളതിന്റെ വിലയാണ്. അതിന് നിലവാരം. അപ്പൊ നിലവാരമൊക്കെ പത്രത്തിലുണ്ടാവുമല്ലോ, ഓരോന്നിനും നിലവാരം. നമ്മൾ വാങ്ങുന്നതും കൊടുക്കുന്നതും ചിലപ്പോൾ ആ നിലവാരത്തിനാവില്ല. അതാണ് സമനും മുസമ്മനും. പിന്നെ 2 റാത്തലൊന്ന് മുസമ്മനാണ്. മസ്കൂലു അൻഹു ഇവിടെ ചോദിക്കപ്പെട്ടതോ സമന, അതിന്റെ വില എത്രയാണ്? 2 റാത്തലിന് എത്രയാണ് ചോദിക്കുന്നത് അല്ലെ? അപ്പോൾ നിസ്ബത്തുൽ മുസഅരി ഇല സൈരി, പിന്നെ നമ്മുടെ നിലവാരമാക്കപ്പെടുന്ന സാധനത്തിന്റെ ബന്ധം സൈറി നിലവാരത്തിലേക്കുള്ള ബന്ധം നിസ്ബത്തി മുസമ്മനി സമനാക്കപ്പെടുന്ന നമ്മൾ സമന് കൊടുക്കപ്പെടുന്ന നിസ്ബ പോലെയാണ്. ഇല സമനിലേക്കുള്ള നിസ്ബ പോലെയാണ്.
അപ്പോ ഫൽ മജ്ഹൂലു അറാബിയു, നാലാമത്തെ സമനപട അറിയാത്തത്. അപ്പൊ എന്ത് ചെയ്താൽ ഈ ഫക്സിം നീ ഹരിച്ചോ മുസത്തഹൽ വസ്തേനി, രണ്ട് വസ്തു തമ്മിൽ ഗുണിച്ചതിനെ, രണ്ട് വസ്തുക്കളാണ് 3 ഉണ്ടല്ലേ, ഗുണിച്ചതിനെ പിന്നെ അത് ബഹുവസ്തു 6ആണ്, 3 2 6 അല്ല അവലിന്റെ മേലെ അവല് എന്നാൽ 5 അപ്പൊ 5 കൊണ്ട് 6 ഹരിക്കുക. അപ്പൊ എത്ര ഉത്തരം കിട്ടുക? 1/5 കിട്ടും അല്ലേ. ദിർഹമിൻ അല്ലേ. അപ്പൊ 2 റാത്തല് ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് കിട്ടില്ല എത്രക്കാണ്? 1 ദിർഹമും. ഇപ്പൊ ഹുംസ് ദിർഹമിൻ 1 ദിർഹം 5 അപ്പൊ 1/5 അതാണ് ജവാബ്. നിങ്ങൾ പറഞ്ഞ ശരിയല്ലേ? പിന്നെ അടുത്തത് പിന്നെ ഒരൊക്കെ ചോദിക്കപ്പെട്ടാൽ ഇത് എത്ര റാത്തല് കിട്ടും? 2 ദിർഹമിന് എത്ര റാത്തല് കിട്ടും? 5 റാത്തല് ഗോതമ്പിന് എത്രയാണ്? 3 ദിർഹമാണെങ്കിൽ 2 പിന്നെ ദിർഹമിന് എത്ര റാത്തല് കിട്ടുന്ന? അപ്പൊ അറിയാത്തത് ഏതേ കാലം? അറിയാത്തത് മൂന്നാമത്താണ് അറിയാത്തത് അല്ലേ. എന്താ പറഞ്ഞത്? 5 റാത്തൽ ഗോതമ്പ് എന്ത് 3 ദിർഹം. അപ്പൊ നമുക്ക് കിട്ടാത്തത് എന്താ? 2 ദിർഹമാണ് കൊടുക്കുന്നത്. അപ്പൊ എത്ര കിട്ടും? ഡാഷ് കിട്ടും എന്ത്? 2 ദിർഹമിന്. അപ്പൊ ഇവിടെ മുസമ്മനാണ് ഇത് മജ്ഹൂല്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 2 തൊർഫ് ഗുണിക്കുക. 5 2 എത്ര? 5 2 10. 10നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര? 3 3 9 സിസ്റ്റം 1. ഉത്തരം എത്രയാണ്? 3 1. അപ്പൊ 3 സുലുസ് ഉത്തരം കിട്ടും. അതാ ചോക്ക്. ദിർഹമിന് ഇപ്പൊ എത്ര റാത്തലാണ് 2 ദിർഹമിന് കിട്ടലെന്നാണ്. ഫൽ മജ്ഹൂലു അൽ മുസമ്മൻ, ഇവിടെ മജ്ഹൂല് മുസമ്മനാണ്. മൂന്നാമത്തെ സാലിസു. അപ്പോൾ ഫക്സിം മുസത്തഹ തൊർഫ, 2 തൊർഫ എന്താക്കുക? ഗുണിച്ചതിനെ ഹരിക്കുക. അത് 10 അശറത്ത് അല്ല സാനിയുടെ മേൽ. സാനി ഏതാണ്? ബഹുസലാത്തുൻ, അത് 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര ഉത്തരം കിട്ടുക? 3 റാത്തലും സുലുസിന് ദിർഹമേനി, ഒരു കാൽ അല്ല സുലുസ് 3 റാത്തല് കിട്ടും 2 ദിർഹമേനി. ജവാബ് ഇതാണ് 3 സുലുസ് 3 1. അതാണ് ഉത്തരം. ഇവിടെ നിന്ന് കൗലുഹും, ഇവിടെ നിന്നാണ് അവരുടെ കൗല് പിടിക്കപ്പെട്ടത്. എന്താ അവരുടെ കൗല്? മജൂലാത്ത് പുറപ്പെടുവിക്കുന്നവർ പറയുന്നുണ്ട് എന്ത്? വേറെ സൂത്രവാക്യം പറയണ്ട. തദ്രിബ് ആഖിറ സുആലി, എത്ര എന്നുള്ള ചോദ്യത്തിൽ അവസാനം വരിക ആഖിറ സുആലിനെ ഗുണിക്കുക. ഫി വൈരി ജിൻസി, ജിൻസല്ലാത്തതിൽ ഗുണിക്കന്നെ. ഇപ്പോ അതിന് ജിൻസല്ലാത്തതില് അപ്പൊ ചോദിച്ചതല്ലേ ഇത് മുസമ്മന്. അപ്പൊ അതിന് ജിൻസല്ലാത്തതില് പിന്നെ ആഖിറ സുആൽ 2 ദിർഹമിന് എത്ര കിട്ടുന്നു? അപ്പൊ 2 ദിർഹം നമുക്ക് അറിയാം അല്ലെ. 2 ദിർഹം അറിയാം. അതിന് എന്താ ജിൻസല്ലാത്തതിൽ ഗുണിക്കലേതാ? ഇത് പിന്നെ വില ഇല്ലാത്തതല്ലേ, അത് പിന്നെ സാധനല്ലേ. ആ വിലയെ സാധനത്തിൽ ഗുണിക്കുക. എന്നിട്ട് അതുകൊണ്ട് ഹരിക്കുക. ജിൻസല്ലാത്ത തക്സിമിൽ ഹാസിനെ ഹരിക്കുക. അല്ല ജിൻസിന്റെ പേര് ജിൻസാണല്ലോ. ഇപ്പൊ 3 ദിർഹമിന് ജിൻസല്ലേ, 3 ദിർഹം എന്നല്ലേ, ദിർഹം കൊണ്ട് ഹരിക്കുക. ഇങ്ങനെ പറയാറുണ്ട്. അത് ഇതാണ്, ഇവിടെ നിന്നാണ് മനസ്സിലായത്. വഹാദാ ബാബുൻ അലീമുൻ, ഇത് അലീമായ ബാബ, അലീമിന്റെ വലിയ ഉപകാരമുള്ള ബാബാണ്. ഫഹ്ഫൽ ബിഹി, നീ ഇത് മനഃപ്പാടമാക്കിക്കോ. മുസ്തഹാൻ, അതെ എപ്പോഴും സാധനം തടപ്പെടാൻ പറ്റിയ കണക്കാണ്. ഏത് കിട്ടാത്തതും എന്തുകൊണ്ട് ഈ അർബ മുത്തനാസി വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഇത് വല്ലാത്തൊരു കണക്കാണ്.